സാർ ഇപ്പോൾ ചോദിച്ചത് ഇപ്പോൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് സാർ പറഞ്ഞു 5000 വർഷങ്ങൾക്ക് മുന്നിൽ ഫോസിലുകൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഈ ഇങ്ങനെ ഡൈനോസർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് സാർ പറഞ്ഞല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറയുന്നുണ്ട് ഫിറൗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹം കടലിനടിയിൽ ചാവുകടലിനടിയിലുണ്ട്. അത് മത്സ്യം തിന്ന് ഭക്ഷിക്കുകയോ അതിന് യാതൊരു രൂപമാറ്റം സംഭവിക്കുകയോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അത് കണ്ടെത്തുകയും ഇപ്പോൾ അത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് DNA എടുത്ത് അത് DNA എനിക്ക് തോന്നുന്നു എന്തോ എടുത്തത് ഫിറോന്റെ ആണെന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാർ അത് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഫിറോന്റെ ആധാർ കാർഡൊക്കെ നിങ്ങളുടെ ഉണ്ടോ? അല്ല, ഫിറോൻ എന്ന് പറയുന്ന അല്ല, ഞാൻ സാറിനോട് ചോദിക്കാം. ഞാൻ തിരിച്ച് സാറിനോട് തിരിച്ചു ചോദിക്കാം, ദിനോസന്റെ ആധാർ കാർഡ് ഉണ്ടോ എന്ന് സാറിനോട് ചോദിച്ചത്. ദിനോസൻ ആധാർ കാർഡ് ഉണ്ട്, ഉണ്ട്. ബയോളജിക്കൽ സ്പെസിമെൻ അവിടെ ഇരിക്കുന്നു. ദിനോസന്റെ ആധാർ കാർഡ് ഏത് വർഷം ജനിച്ചു, ഏത് വർഷം ആധാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായ സാധനമല്ല. അത് നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു ആധാർ, അതേ ഉള്ളൂ. നമ്മളെപ്പോ ജനിച്ചു, നമ്മുടെ രക്തഗ്രൂപ്പ്, അത് ഇത് അങ്ങനത്തെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ആധാരമായത്. എന്തോ അതാണല്ലോ ആധാർ. ഈ ഒരു ജീവിയുടെ ഇത്രയും വലിപ്പമുള്ള കാൽ തുടയല്ലോ അല്ലെങ്കിൽ അതിന്റെ കഴുത്തല്ലോ അല്ലെങ്കിൽ അതിന്റെ റിബ്സോ ഒക്കെ കിട്ടുമ്പോ അതാണ് ആധാർ. അതാണ് അതിന്റെ ആധാർ കാർഡ്. ശാസ്ത്രം അത് ഇന്നാണെന്ന് പറയുന്നു. അതായത് അല്ല സാറേ, 5 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ദിനോസറിന്റെ ഫോസിലാണ് ഇതെന്ന് അത് അവര് സമർത്ഥിക്കുമ്പോൾ സാറും അത് അംഗീകരിക്കുന്നു. അങ്ങനെയല്ല, നേരെ തിരിച്ച്. ദിനോസർ നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഡൈനോസോർ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കൊടുക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിപ്പം വേറെ എന്തോ ആയിക്കോട്ടെ, ഡൈനോസർ അല്ല, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സ്പീഷ്യസ് ആയിക്കോട്ടെ, അതിനെ ഇന്ന പോലെ നമ്മുടെ ശാസ്ത്രം തെളിയിക്കുന്നത് കൊണ്ടാണ് സാർ അംഗീകരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ തിരിച്ചു സാറിനോട് ചോദിക്കുകയാണ്, അപ്പോൾ 1400 വർഷം, കേവലം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, സാറ് വിശ്വസിക്കുന്ന പോലെ ഒരു പുസ്തകത്തിൽ ഇന്ന സാധനം എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ? അത് പിന്നീട് കണ്ടെത്തുകയും അത് ഇന്ന ആൾ തന്നെയാണ്, ഈ ഫിറോൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് തന്നെ ശാസ്ത്രം തെളിയിക്കുകയും ചെയ്തപ്പോൾ, അല്ലെ? ശാസ്ത്രം തെളിയിച്ചാണത്. ശാസ്ത്രം തെളിയിക്കുകയും ചെയ്തപ്പോൾ സാർ അപ്പോൾ അതിനെ അംഗീകരിക്കാൻ എന്താണ് മടിക്കുന്നത്, എന്താണ് ശങ്ക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം പറയുന്നവരെ മിണ്ട് കഥ. ഒന്ന്, ഈ പറയുന്ന ഫുൾ ഉടായ്പാണ്. ഈ ഫിറോൻ എന്ന് പറയുന്ന ആള് ഏത് ഫിറോൻ, എന്ത് ഫിറോൻ? 2 സമുദ്രത്തിനടിയിൽ ഏതാണ്ട് കിട്ടി, എവിടെ ഇരിക്കുന്നു, ശാസ്ത്രീയമായി ഈജിപ്ത് മ്യൂസിയത്തിലുണ്ട്. ഇത് മൊത്തമായും ചില്ലറയായിട്ടും ഫുൾ ഉടായ്പാണ്. ജസ്റ്റ് യൂട്യൂബ് എന്ന് പറയുന്ന സാധനം യൂട്യൂബ് എന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ ഫിറോൻ ഖുറാനിക് ഉടായ്പ് എന്നൊന്ന് അടിച്ചു, ഉടായ്പിക്കാൻ അറിയണ്ട, ഡീബങ്കിങ് ഖുറാനിക് ഉടായ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിറോൻ പിന്നെ ശവം കടലിനടിയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ ദേവി അത് വീണ്ടും നമ്മളെ വിലപ്പെട്ട സമയം കളയാതെ ഈ ഖുറാനിക് മിറാക്കിൾ ഡീബങ്ക്ഡ് എന്ന് പറഞ്ഞടിക്കാന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ഫസ്റ്റ് സെർച്ചിൽ തന്നെ ഒരു 22-23 എണ്ണം കിട്ടും. ഇതിനകത്ത് ഓരോ സാധനം, ഭ്രൂണശാസ്ത്രം, മറ്റേത് മറിച്ചത്, ഭൂമി പരന്നാണോ, ഭൂമി ഒട്ടക പക്ഷിയുടെ മുട്ട കണക്കിരിക്കുന്നു, ഇങ്ങനെ കുറേ സാധനം. പക്ഷെ സാർ അത് മാത്രം സെർച്ച് ചെയ്യുന്നുണ്ടാ, അതിന്റെ തന്നെ ഒറിജിനൽ സാധനം ഖുർആനിൽ എന്ന് അടിച്ചാലും നല്ല സാധനങ്ങളും വരും. അത് ഒന്ന് കേൾക്കും സാർ, ഈ ഡീബങ്കഡ് മാത്രം കാണല്ലേ, നല്ലത് കൂടെ കാണ്. ഒരു കാര്യം ഡീബങ്കഡ് ആക്കാൻ കഴിയുമെങ്കിലേ നമുക്ക് ഡീബങ്ക് ചെയ്യാൻ കഴിയും. ഉദാഹരണമായിട്ട് നിങ്ങൾ എനിക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലാതെ പറ്റിയാലായിരിക്കും, നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ല, ഡീബങ്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ബിക്കോസ് നിങ്ങളുണ്ട്. നിങ്ങൾ മലയാളിയാണെന്നുള്ളത് എനിക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഈ ഡീബങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡീബങ്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഡീബങ്ക് ചെയ്യാൻ പറ്റും. അല്ല ചുമ്മാ എനിക്ക് ഐ വോണ്ട് ഡീബങ്ക് എവരിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ സ്റ്റാർട്ടറാണ്. എനിക്ക് പറയുന്ന പൊങ്ങില്ല ഞാൻ. പക്ഷെ സാർ ഇനി വേറെ കാര്യമുണ്ട്, ഫോസിലുള്ള ദിനോസറിനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 1400 വർഷമുള്ള ഫിറോവിന്റെ അതിനെ വിശ്വസിക്കുന്നു. ഫിറോൻ എന്ന് പറഞ്ഞ ആരാ? ഫിറോൻ എന്ന് പറയുന്നത് ഒരു ഫറോവയായിരുന്നു. ഒരു മൂസാന്റെ പേര്. ഏത് ഫറോവയാണ്? അല്ല, അതിന്റെ ഞാൻ അതിനെ കുറിച്ച് വെറുതെ നമ്മൾ ഈ ഗ്രാനുലാർ ഡീറ്റെയിൽസ് അല്ല എങ്കിൽ പോലും സാറിന് അതിന്റെ അടുത്തുള്ള സാറിന്റെ അഭിപ്രായങ്ങൾ പറയാം, കാരണം അത് ഞാൻ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം. ഫിറോൻ, ഞാൻ ഈ ഖുറാനിക് മിറക്കിൾസ്, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു മതത്തിന്റെ മിറക്കിൾസ്, ക്രിസ്ത്യൻ മിറക്കിൾസ്, ഇതെല്ലാം തന്നെ ഞങ്ങൾ സ്ഥിരമായി എന്താണ് ആഹാരത്തിന് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമല്ലോ, അതേപോലെ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ മൊത്തമായും ചില്ലറയായും ഒറ്റ വിഭാഗത്തിൽപ്പെടുന്നതാണ്. UDAYIPPU. അതാണ് ഉടായ്പ്. ഫുൾ സാർ ഇപ്പൊ വിശ്വസിക്കുന്നതാ?